പവിത്രം സീരിയലിന്റെ 17ാമത്തെ എപ്പിസോഡാണ്. വേദയ്ക്ക് തമിഴ്നാട്ടിലേക്ക് പോസ്റ്റ് കിട്ടിയിട്ട് അവിടെ ജോയിൻ ചെയ്യാൻ പോയി. വേദയുടെ കുഞ്ഞ് തരുണിന്റെ കുഞ്ഞായി വളരുകയാണ്. കുഞ്ഞിന്റെ ഓരോ വളർച്ചാ കാലഘട്ടം. തരുണിന് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നുണ്ട്, തരുണിന്റെ കൂടെ കളിക്കുന്നുണ്ട്, തരുൺ കഥകൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരുമിച്ചാണ് അവര്. സമയം കിട്ടുമ്പോഴൊക്കെ വേദ അവിടെ വരുന്നുണ്ട്. ഒരു ദിവസം വേദ കുഞ്ഞുമായിട്ട് കളിക്കുമ്പോൾ തരുൺ അങ്ങോട്ട് വിഷമത്തിൽ വരികയാണ്. എന്നിട്ടൊരു ലെറ്റർ കാണിക്കും. അത് വായിക്കുന്ന അമ്മ പറയും, ട്രാൻസ്ഫർ ആയല്ലേ? ആ അതെ. അങ്ങനെ തരുൺ കുഞ്ഞിനെ എടുത്ത് അവിടെ നിന്ന് പോകുട്ടോ. പിന്നെ ബാഗ് പാക്കിങ്ങും അവരെല്ലാവരും ആ വീട് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാട്ടോ വേറൊരു സ്ഥലത്തേക്ക്. അവിടെ ഉണ്ടായിരുന്ന അവരുടെ കൂടെ ഉണ്ടായിരുന്നവരോടൊക്കെ യാത്ര പറഞ്ഞ് അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ജയിലിലെ വിക്രമിന്റെ ആൻഡ്രൂ സാർ ഉണ്ടല്ലോ, ആൾക്ക് യാത്രാമംഗളങ്ങൾ നേർന്ന ഒരു പരിപാടി കേട്ടോ. ഇത്രയും കാലം ഡ്യൂട്ടി ചെയ്തതിനെ കുറിച്ചാണ് ആൻഡ്രൂ സാറ് സംസാരിക്കുന്നത് കേട്ടോ. ഇവിടെ കുറ്റം ചെയ്തവരും നിരപരാധികളൊക്കെ ഇതിനകത്തുണ്ട്, അവരോടൊപ്പം ഞാനും. അങ്ങനെ ഓരോ വാക്കുകൾ കൊണ്ട് എല്ലാവരുടെയും മനസ്സ് കീഴ്പ്പെടുത്തി. ശിക്ഷ എന്ന വാക്കിനെ നാം മനസ്സിലാക്കുന്ന അർത്ഥമല്ലാതെ സംസ്കൃതത്തിൽ വിദ്യാഭ്യാസം എന്ന അർത്ഥം കൂടെ ഉണ്ട്. ആ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം നയിച്ചത്. അതിൽ ഏറ്റവും അവസാനത്തെ മികച്ച വിദ്യാർത്ഥിനിയാണ് വിക്രം സുധാകരൻ. വിധിയെ പഴിചൊല്ലി വലിയ ഡിപ്രഷനിലേക്ക് പോകുന്നതിന് പകരം ജീവിതത്തെ സർവാത്മകമായി മാറ്റിയെടുക്കാൻ വിക്രത്തിന് കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ വിക്രം സ്വയം പുതുക്കി പണിതു. പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. ഇനിയും ഒരുപാട് ഉയരങ്ങൾ വിക്രത്തെ കാത്തിരിപ്പുണ്ട്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ വിക്രത്തിന് ഒരു പുതിയ ജീവിതം ഉണ്ടാകുമെന്ന് നിസ്സംശയം നമുക്ക് പറയാം. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ വിക്രം സുധാകരനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിക്രം അവിടേക്ക് ചെല്ലൂട്ടോ. വേദിയിൽ എത്തിക്കഴിഞ്ഞ ഉടൻ തന്നെ ആൻഡ്രൂ സാറിനെ നേരത്തെ പൊന്നാട അണിയിച്ചിരുന്നു കേട്ടോ. ആ പൊന്നാട ദാ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ വിക്രത്തെ അണിയിക്കുകയാണ്. അങ്ങനെ ആ പൊന്നാട വിക്രത്തിനെ അണിയിക്കുമ്പോൾ എല്ലാവരും എണീറ്റ് നിന്ന് കൈ കൊട്ടു കേട്ടോ. വിക്രം സാറിന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. കണ്ണൊക്കെ നിറയുന്നുണ്ട് വിക്രത്തിന്റെ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞാലേ ആൻഡ്രൂ സാർ ചായ എടുക്കുമ്പോൾ വിക്രം അവിടെ മാറി നിൽക്കുന്നത് കാണാം. വിക്രമിന് ഒരു ചായ കൊണ്ടുവന്ന് കൊടുക്കും. എന്താണ് ഒരു വിഷമം പോലെ? ഇനി കുറച്ചു കാലം ഞാൻ ഭാര്യയുടെയും മക്കളുടെയും കൂടെ ജീവിക്കട്ടെ. അതുകൊണ്ടല്ല, കാലങ്ങളായി സാർ ഇതിനകത്തല്ലേ, ഇനിയും സ്വസ്ഥമായി കുടുംബത്തോടൊപ്പം ജീവിക്കട്ടെ. ആൻഡ്രൂ സാർ പറയും, ഇവിടെ ഉള്ളപ്പോഴും സ്വസ്ഥതയ്ക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. സ്വസ്ഥത നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാ. നീ പുറത്താണ് ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നിനക്ക് ഇങ്ങനൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയായിരുന്നോ? അതാ പറഞ്ഞത്, എല്ലാ കാര്യത്തിനും ഗുണപരമായ ഒരു വശം കൂടെ ഉണ്ട്. നമ്മളത് കണ്ടെത്തണമെന്ന് മാത്രം. നീ അത് കണ്ടെത്തി, ഇനി അത് നീ അവസാനിപ്പിക്കാതെ തുടരണം. വിക്രം പറയും, മനസ്സ് തളരുമ്പോ ഓടി വന്ന് ഇങ്ങനെ നിൽക്കാൻ എനിക്കിനി ഒരാളില്ലാതെ പോകും, ആ വിഷമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആൻഡ്രൂ സാർ എന്താടോ എന്ന് പറഞ്ഞ് വിക്രത്തെ ചേർത്ത് പിടിക്കും. ഇനി അങ്ങനെ ചെന്ന് നിൽക്കാനുള്ളത് സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ തന്നെയാ. അതിനുവേണ്ട വിവേകം ഇപ്പൊ നിനക്കുണ്ട്. ഇപ്പൊ നീ നേടിയത് വെറും ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ജീവിതം കൂടുതൽ തെളിച്ചമാക്കാൻ സഹായിക്കുന്ന വെളിച്ചത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. ഒരിക്കലും ആ തിരി അണയാൻ പോകുന്നില്ല. വിക്രം സാറിന്റെ കാലിൽ തൊട്ട് അനുഗ്രഹിക്കുക, ശേഷം ഒന്ന് ചേർത്ത് കെട്ടിപ്പിടിക്കും. അങ്ങനെ വിക്രം ഒരു പടി ഇപ്പൊ കയറി. ശേഷം പിന്നീട് കാണിക്കുന്നത് ഒരു പോലീസ് ഓഫീസർ ശങ്കരനാരായണന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. സല്യൂട്ട് ചെയ്യും. ആരാ, വാ വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് സ്വീകരിച്ചിരുത്താം. നരേന്ദ്രൻ ഇവിടെ ഡിവൈഎസ്പി ആയി ചാർജ് എടുത്ത വിവരം അറിഞ്ഞിരുന്നു. ഒരു കേസിന്റെ കാര്യത്തിന് സംസാരിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ യാത്രയിലായി തിരക്കിലായി പോയി കഴിഞ്ഞ ആഴ്ച മുഴുവൻ. ഞാനും അങ്ങനെ തന്നെ. ഇന്നൊരു കാരണം വന്നപ്പോ കാണാന്ന് കരുതി. അപ്പൊ ശങ്കരൻ പറയും, ബൈ ദ വേ ചായ വേണമെങ്കിൽ ഞാൻ തന്നെ ഇടണം, വൈഫ് ഇവിടെ ഇല്ല, അവൾ അമ്മയുടെ കൂടെ ചെന്നൈയില. നരേന്ദ്രൻ എന്താ അടിയന്തരമായി പറയാനുണ്ടെന്ന് പറഞ്ഞത്? കുറച്ചു കാലായി ചാലക്കുടിയിൽ നടക്കുന്ന സ്കാമിന്റെ പിറകെയായിരുന്നു ഞാൻ. വീടില്ലാത്ത പാവങ്ങളെ കേന്ദ്രീകരിച്ച് നടന്ന ഒരു തട്ടിപ്പ്. അങ്ങനെ ആ തട്ടിപ്പില് 10 കോടിയോളം രൂപ തട്ടിയെടുത്ത് ആ കമ്പനി മുടങ്ങി. അപ്പോ ശങ്കരൻ പറഞ്ഞു, ഫെർണാണ്ടസും അയാളുടെ മോൻ ജോബിയും അല്ലേ, അയാൾ അറസ്റ്റ് ചെയ്ത് ഇവരെ അറിഞ്ഞു. അപ്പോ നരേന്ദ്രൻ പറയും, ട്വിസ്റ്റ് അവിടെ അയാളുടെ മകൻ ജോബി സാറിന്റെ കേസുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷിയായിരുന്നു. വിക്രം സുധാകരനെതിരെ കൊലക്കുറ്റത്തിന് മൊഴി നൽകിയത് ഇതേ ജോബിയാണ്, പഴയ എസ്റ്റേറ്റ് മാനേജർ. ശങ്കരൻ പറയും, ഹോഹോ, ഇനിയാണ് പ്രധാന വഴിത്തിരിവ്. ജോബിയുടെ വീടും സ്ഥാപനങ്ങളെല്ലാം ഞങ്ങൾ കാര്യമായി റെയ്ഡ് ചെയ്തെടുത്തു. അവിടുന്ന് കമ്പ്യൂട്ടറും പഴയ സാധനങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയപ്പോ അതിലൊന്നുകൂടെ ഉണ്ടായിരുന്നു 5 വർഷം മുൻപ് വനവകുപ്പിന് നഷ്ടപ്പെട്ട ഒരു ക്യാമറ. ശങ്കരൻ പറയും, മനസ്സിലായില്ല. നരേന്ദ്രൻ പറയും, കണ്ണീർമല ആദിവാസി ഊരുകളിലേക്ക് മൃഗങ്ങൾ ഇറങ്ങുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഒരു ക്യാമറ വെച്ചിരുന്നു. അതിലൊരു ക്യാമറ മിസ്സായിരുന്നു. ആരും അതങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല, എഴുതി തള്ളിവിട്ടു. പക്ഷെ ആ ക്യാമറ ഇരുന്നത് വിക്രം സുധാകരൻ ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ ആ സ്ഥലത്തായിരുന്നു. ശങ്കരൻ ഞെട്ടും. അന്ന് ആ ക്യാമറയുടെ ചിപ്പ് മാറ്റിയതില് ഇന്നും ആ വിഷ്വൽസ് വ്യക്തമായിട്ടുണ്ട്. ശങ്കരൻ ചോദിക്കും, ഇസ് ഇറ്റ് ട്രൂ? നരേന്ദ്രൻ പറയും, അതുകൊണ്ടാ ഞാൻ നേരിട്ട് വന്നത്. ലാബിലെ പരിശോധനയ്ക്കിടയിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടാത്ത വിഷയമാണെന്ന് പറഞ്ഞ് അത് ഒഴിവാക്കിയതാ. ഭവന തട്ടിപ്പിന് മുമ്പ് ഇവർക്ക് വനം കൊള്ളയായിരുന്നോ പണി? ലാബ് അസിസ്റ്റന്റിന്റെ ചോദ്യ എന്നത് നോക്കാൻ പ്രേരിപ്പിച്ചത്. ശങ്കരൻ ചോദിക്കും, അപ്പൊ അന്നത്തെ ആ സംഭവത്തിന് ശേഷം ആ ക്യാമറ അവിടെ ഉള്ളത് കണ്ട് ജോബിയും കൂട്ടരും ചേർന്ന് ക്യാമറ അവിടെ നിന്ന് മാറ്റിയതായിരിക്കണം അല്ലേ?
അപ്പോ നരേന്ദ്രൻ പറയും അതെ, മറ്റാരുടെയും കയ്യിൽ പെടാതിരിക്കാൻ ജോബിയുടെ വീട്ടിൽ സൂക്ഷിച്ചു കാണും. കാലം എന്ന കുരുക്ക് ഇങ്ങനൊരു ക്യാമറ അവിടെ വെച്ചതിൽ കുരുങ്ങുമെന്ന് ജോബിയും കരുതി കാണില്ല. ശങ്കരൻ ചോദിക്കും, എന്നിട്ട് താനിത് റിപ്പോർട്ട് ചെയ്തോ? ഇല്ലടോ, സെൻസേഷണൽ കേസ് ആയതുകൊണ്ട് മുകളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാനത് മാറ്റിവെച്ചു. ശങ്കരൻ ചോദിക്കും, ഇപ്പൊ എവിടെയുണ്ടത്? സുരക്ഷിതമാണ്. ശങ്കരൻ പറയും, എനിക്കത് വേണം. വിക്രത്തിന്റെ കേസ് റീഓപ്പൺ ചെയ്യണം. നരേന്ദ്രൻ പറയും, അതിനൊരു സാധ്യതയുണ്ടെന്ന് എനിക്കും തോന്നി, അതാ നേരിട്ട് വന്നത്. ശങ്കരൻ പറയും, താങ്ക്സ് എടോ, താങ്ക് യു വെരി മച്ച്. അങ്ങനെ അവർ കൈ കൊടുത്തിട്ട് യാത്ര പറഞ്ഞ് നരേന്ദ്രൻ നടന്നു പോകും. പിന്നീട് കാണിക്കുന്നത് ശങ്കരൻ വിക്രമിനെ കാണാൻ സെൻട്രൽ ജയിലിലേക്ക് വന്നിരിക്കട്ടോ. അങ്ങനെ ഒരു പേപ്പർ കൊടുക്കുമ്പോൾ വിക്രം ചോദിക്കും, എന്താ ഇത്? വിക്രത്തിന്റെ കേസ് വീണ്ടും വിചാരണയ്ക്ക് എടുക്കാൻ വേണ്ടിയാണ്. വിക്രം പറയും, ഒരിക്കലെല്ലാം അവസാനിച്ചതല്ലേ സർ? ശങ്കരൻ പറയും, എത്രയോ കാലങ്ങൾക്ക് ശേഷം തെളിവുകൾ കാലങ്ങൾക്ക് ശേഷം പൊന്തി വന്നിട്ടുണ്ട്. ഈ കേസിലും വിക്രമിന് അനുകൂലമായ ഒരു തെളിവ് ലഭിക്കാൻ ഇത്രയും കാലം എടുത്തു എന്ന് കരുതിയാൽ മതി. ഇത്തവണ നമ്മൾ കേസ് ജയിക്കും. പുതിയ ട്രയൽ കോടതി ആവശ്യപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ വിക്രം പറയും, എനിക്ക് വേണ്ടി ജോലി ഉപേക്ഷിച്ച് പലരോടും തോറ്റുപോയതല്ലേ, ഇനിയും അത് വേണോ? ശങ്കരൻ പറയും, വേണം. ഇത് ജയിക്കാനുള്ള യുദ്ധ, ഒപ്പിട്. അങ്ങനെ വിക്രം അത് സൈൻ ചെയ്ത് കൊടുക്കും. ശങ്കരൻ ചോദിക്കും, ഇത്രയും കാലം താൻ അകത്ത് കിടന്നിട്ടും നീ തോറ്റുപോയോ? ഇല്ലല്ലോ. അകത്ത് കിടന്നാലും പലതും നേടാൻ സാധിക്കുമെന്ന് നീ തെളിയിച്ചു കാണിച്ചില്ലേ. ഇനി പുറത്തിറങ്ങാനുള്ള സമയ. മറ്റൊരു ലോകം നിന്നെ കാത്ത് പുറത്തുണ്ട്. വിക്രം ചോദിക്കും, ആ ലോകത്ത് ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഉണ്ടാവോ? ഈ കാലം മുഴുവനും ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയായിരുന്നോ? പക്ഷെ അവൾ എവിടെയുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടെത്താനായോ? അതോ അറിഞ്ഞിട്ടും ഇല്ലെന്ന് എന്നിൽ നിന്നും മറച്ചു വെക്കുന്നതാ? അപ്പൊ ശങ്കരനൊന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് വേദ ഫോൺ വിളിച്ചതും പോയി കണ്ട് സംസാരിച്ചതൊക്കെ ശങ്കരൻ ആലോചിക്കും. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ വിക്രം ചോദിക്കും, അച്ഛനെന്താ ഒന്നും പറയാത്തത്? വേദ എവിടെയാ? അപ്പോഴും ശങ്കരൻ പറയും, അറിയില്ല. ഇത്രയും കാലം അവൾ എന്നെ തേടി വന്നിട്ടില്ല. പക്ഷെ നീ പുറത്തിറങ്ങിയ അവൾ നിന്നെ തേടി വരാതിരിക്കില്ല, ഉറപ്പ്. വിക്രം ചോദിക്കും, നിങ്ങളുടെ ഭാഗത്തുനിന്ന് അന്വേഷിച്ചില്ലെന്ന് കള്ളം പറയരുത്. പലപ്പോഴും ഞാൻ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോ ഞാൻ പുറത്തിറങ്ങുന്ന അച്ഛൻ ഉറപ്പ് പറയുമ്പോൾ എനിക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണം. അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം നിങ്ങൾക്കറിയാമോ? അപ്പോഴും ശങ്കരൻ പറയും, ഇപ്പൊ ഒന്നും അറിയില്ല. പക്ഷെ നീ പുറത്തിറങ്ങുന്നതോടെ അവൾ ഈ ഒളിമറ അവസാനിപ്പിക്കും, ഉറപ്പ്. വരട്ടെ എന്ന് പറഞ്ഞ് ആ പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് ശങ്കരൻ അവിടുന്ന് പോവാം. പിന്നെ കാണിക്കുന്നത് തമിഴ്നാട്ടിലാണ്. അവിടെ തരുൺ ജോലിക്ക് വന്നിരിക്കട്ടോ. അവിടെയുള്ള സെക്യൂരിറ്റി പോലീസുകാരോടൊക്കെ നല്ല രീതിയിൽ വിശേഷങ്ങളൊക്കെ ചോദിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തരുൺ പോയി കഴിഞ്ഞാൽ അവർ പറയും, എന്തൊരാളത്, ഡൽഹി വിറപ്പിച്ചിരുന്ന തരുൺ ദവാങ്കായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ എന്തൊരു മാറ്റം എന്നൊക്കെ അവർ സംസാരിക്കും. പിന്നെ കാണിക്കുന്നത് തരുൺ എന്തൊക്കെയോ ഫയലുകളൊക്കെ നോക്കുമ്പോൾ ഒരു പോലീസ് വന്നിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറയും. തരുണിന് ആൾക്കാരെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. രണ്ടാൾക്കാരെ മാത്രം അകത്തേക്ക് ക്ഷണിക്കണേ, എന്നിട്ട് അവരോട് ഇരിക്കാൻ പറയും. ഉക്കാറുങ്കോ. അങ്ങനെ അവരിങ്ങനെ പരസ്പരം നോക്കിയിരിക്കുമ്പോൾ തരുണ് പറയും, എന്നാച്ച് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങാണോ? മലയാളം അറിയാലോ അല്ലേ? ഞാനിവിടെ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ച് മുമ്പ് തന്നെ നിങ്ങളെ കുറിച്ചൊക്കെ അറിയാം. തേവറ് എൻകൗണ്ടർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? 9 പേരെ തട്ടിക്കളയുന്നതിനേക്കാളും തലപ്പത്തിരിക്കുന്ന ഒരാളെ തട്ടിക്കളയുന്നതാ എനിക്ക് ഈസി. പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് മുരുകേശൻ തന്നെ തുടരും. അവരെ തെരഞ്ഞെടുത്തത് തേവരും തേവരുടെ കുടുംബക്കാരും അല്ല, ജനങ്ങളാ. പിന്നെ അവിടുത്തെ ഒരു പോലീസിനെ വിളിക്കും. മാത്യു, കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ശക്തമായി പോലീസ് ഇടപെടും, ദയവര് ചെല്ലേ. അങ്ങനെ അവരവിടുന്ന് പോകുട്ടോ. പിന്നീട് ആ മാത്യു വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഒരു ഡ്രഗ്സിന്റെ ഡീലിനെ കുറിച്ചാട്ടോ. അയാൾ രഹസ്യമായി ചരക്കിറക്കിയെന്ന് വിവരം കിട്ടി. തരുൺ ചോദിക്കും, എവിടെ? എക്സൈസിനെ സാർ വിവരം കിട്ടിയത്. റെയ്ഡിനുള്ള അനുമതി നേടി ഡെപ്യൂട്ടി കളക്ടറെ സമീപിച്ചു. സാങ്ഷൻ ലെറ്റർ സൈൻ ചെയ്തതിനു ശേഷം സബ് കളക്ടറും അവരുടെ കൂടെ പോയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. വാട്ട് എന്ന് തരുൺ ചോദിക്കുമ്പോ സാർ പറയും, യെസ് സർ, മാഡം ഈസ് ഓൺ ഡ്യൂട്ടി. തരുൺ ഇങ്ങനെ ഒരു ഞെട്ടിലോടെ ഇങ്ങനെ കേൾക്കുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. സബ് കളക്ടർ വേദിയായിരിക്കണം. അപ്പം നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്